ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ആൻഡ് ട്രാവൽ ക്ലബ്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് താർ റോക്സ്, ഓൾ ന്യൂ താർ റോക്സ് ആണ്. അതിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് AX7 ലക്ഷറി എന്ന് പറയുന്ന വാഹനമാണ് നമ്മളെ കൂടെ ഉള്ളത്. ഒരു ഐക്കോണിക് ഡിസൈൻ വാഹനം എന്നൊക്കെ പറയാം. ആ രീതിയിലാണ് ഈ ഒരു വാഹനത്തിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതെ അതെ, താർ അറിയാമോ? വണ്ടി എങ്ങനെയുണ്ട്? അതെയാ, ഇഷ്ടപ്പെട്ടിതാ? അതെയാ, നമ്മളൊരു ഒരു യാത്രക്കാരൻ പറഞ്ഞിട്ട് ഒരു കുട്ടി സ്വാമി എന്ന് പറയാം. വണ്ടി കണ്ടപ്പോ വണ്ടി വളരെ ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി MX3 എന്ന് പറയുന്ന വേരിയന്റ് വാഹനം റിവ്യൂ ചെയ്തതാണ്. അതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഇനി കാണാത്തവർക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഇത് നമുക്ക് AX7 ലക്ഷറി എന്ന് പറയുന്ന വേരിയന്റ് ആണ്. AX7 ലക്ഷറി എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. അതായത് ടോപ്പുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വേരിയന്റ് വാഹനത്തിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് നമുക്ക് ഗ്രിൽ സെക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഇമ്പോസിംഗ് സ്ലീക്കി ആയിട്ടുള്ള ഒരു മനോഹരമായ ഗ്രിൽ സെക്ഷൻ ആണ് വരുന്നത്. പിന്നെ ഹെഡ്ലാമ്പിലേക്ക് വരുമ്പോൾ ബേസ് മുതൽ തന്നെ നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് LED തന്നെയായിരിക്കും വരിക. ഡിമ്മും ബ്രൈറ്റും അതിൽ തന്നെ, അതായത് ബൈ ഫങ്ഷണൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് ആണ്. ഇത് ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് ആയിട്ടാണ്. ഇൻഡിക്കേറ്റർ നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നടുവിലായിട്ട് മഹീന്ദ്ര എന്നുള്ളൊരു നെയിമിങ് കാണാം. പിന്നെ ഉള്ളത് അതിന്റെ ഒരു ബമ്പർ സെക്ഷൻ ആണ്. രണ്ട് കളറിലാണ് വരുന്നത്, ഒരു സിൽവർ ഫിനിഷും ഒരു ബ്ലാക്ക് ഫിനിഷും എന്നുള്ള രീതിയിലാണ് ബമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഫോഗ് ലാമ്പ് അവൈലബിൾ ആണ്. ഫോഗ് ലാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡുവൽ റിഫ്ലക്ടർ പ്ലേസ് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കൂടുതൽ നമുക്ക് ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ബോണറ്റ് സെക്ഷനിലേക്ക് വരുന്ന ടൈമിന് നല്ല സ്ലീക്ക് ആയിട്ട് നല്ല സ്കൂപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള നല്ല വലിയ ബോണറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത്രയാണ് ഫ്രണ്ടിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ വളരെ നീളം കൂടിയ രീതിയിലാണ് വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈൽ നോക്കുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവുന്നത്. 2850 മില്ലിമീറ്റർ ആണ് വാഹനത്തിന്റെ വീൽ ബേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നർ സ്പേസ് വളരെ കൂടുതലാണ്. വാഹനത്തിൽ ഉള്ളിൽ വളരെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ലെഗ് സ്പേസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ അലോയ് വീൽ സെക്ഷനിലേക്ക് വരുമ്പോൾ AX7 ലക്ഷറി എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിൽ 19 ഇഞ്ചിന്റെ അലോയ് വീലാണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ താഴത്തെ വേരിയന്റിൽ വരുമ്പോൾ 18 ഇഞ്ചിന്റെ അലോയ് വീലാണ്. ഇവിടെ നമുക്കൊരു ടേൺ ഇൻഡിക്കേറ്റർ കാണാം. ബോഡി ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റേഡിയോന്റെ ആ ഒരു സിഗ്നലിന്റെ ആന്റിന വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സൈഡ് ORVM വരുന്നത് ഓട്ടോ ഫോൾഡിംഗ് ഉള്ള രീതിയിലാണ്. ഇതിൽ തന്നെ 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് ബേസ് വേരിയന്റിൽ പോലും നമുക്ക് ഫുഡ് സ്റ്റെപ്പ് അവൈലബിൾ ആണ്. ഇവിടെ നമ്മളെ ഡോറിന്റെ ഓപ്പണിങ്ങും ഇവിടെ ബോഡി കളറാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മളെ ഫ്യൂൽ ഓപ്പണിങ്, ഇത്രയും ഭാഗമാണ് ഈ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഗിയർ സെക്ഷനിലേക്ക് പോകുന്ന ടൈമിന് വലിയ അലോയ് വീലാണ് നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത്. 19 ഇഞ്ചിന്റെ അലോയ് വീൽ തന്നെയാണ് സ്പെയർ വീലും നൽകിയിട്ടുള്ളത്. ഡുവൽ ടോൺ കളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇവിടെയായിട്ടാണ് നമുക്ക് റിവേഴ്സ് ക്യാമറന്റെ സെക്ഷനും വരുന്നത്. ഇനിയിപ്പോ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന ടൈമിന് ഇവിടെയാണ് റിയർ ഡോറിന്റെ ഓപ്പണിംഗ് വരുന്നത്. അപ്പോ അവിടെയാണ് നമുക്ക് വൈപ്പർ വരുന്നത്. അതായത് ടയറിന്റെ ബാക്കിലായിട്ടാണ് വൈപ്പർ. ജസ്റ്റ് പെട്ടെന്ന് നോക്കിയാൽ വൈപ്പർ കാണില്ല, എങ്കിൽ പോലും നല്ലൊരു ഡിസൈൻ ആയിട്ട് അതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിന് നമുക്ക് ഹൈഡ്രോളിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതൊക്കെ ഒരു മികച്ച ഫീച്ചർ ആയിട്ട് തന്നെ നമുക്ക് പറയാം. പിന്നെ ഇന്റീരിയറിൽ നല്ല വിശാലമായ 477 ലിറ്റർ ബൂട്ട് സ്പേസ് വരുന്ന അത്രയും സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇന്റീരിയറിലേക്ക് പോകുന്ന ടൈമിന് മുന്നേ നമുക്ക് ഇവിടെയുള്ള ടെയിൽ ലാമ്പിന്റെ കാര്യങ്ങളൊക്കെ പറയാം. ഒരു C ഷേപ്പ് ആയിട്ടുള്ള LED ടെയിൽ ലാമ്പാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ ടേൺ ഇൻഡിക്കേറ്ററിന്റെ അതോ LED-യിലാണ് വരുന്നത്. റിവേഴ്സ് പാർക്കിങ്ങും അതേപോലെ തന്നെ ബ്രേക്കിംഗ് ലാമ്പും ഹാലജൻ ആണ് വരുന്നത്. പിന്നെ മറ്റുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ രണ്ട് റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. അതിന് രണ്ട് ഭാഗത്ത് റിഫ്ലക്ടർ വരുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ബാക്കിൽ മെയിൻ ആയിട്ട് വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് നല്ല സ്പേസ് വരുന്നുണ്ട്. ഹാർമൻ ഗാർഡിന്റെ മ്യൂസിക് സിസ്റ്റത്തിന്റെ സബ് വൂഫറും കാര്യങ്ങളും ഈ ഒരു സൈഡിൽ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന ടൈമിന് ഇവിടെ ഹാങ്ങിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുടെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇൻസൈഡിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ 60-40 സ്പ്ലിറ്റിംഗ് ആയിട്ടാണ് നമുക്ക് സീറ്റ് ഒക്കെ ചെയ്യാനൊക്കെ സാധിക്കും. ഇതിന്റെ ഡോറ് നമുക്ക് 90 ഡിഗ്രിയിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വളരെ എളുപ്പമാണ്. അതായത് പ്രായമുള്ളവർക്കെല്ലാം കയറാൻ നല്ല എളുപ്പമാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ഹാങ്ങിങ് പോർഷൻ ഉണ്ട്. എളുപ്പത്തിൽ തന്നെ വണ്ടിയുടെ സൈഡിലേക്ക് കയറാൻ സാധിക്കും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2850 മില്ലിമീറ്റർ ആണ് വാഹനത്തിന്റെ വീൽ ബേസ്. അത് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ നല്ല ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിപ്പോ സീറ്റ് കുറച്ച് മുന്നോട്ടും ഇത് ഏറ്റവും പുറകിലോട്ടുള്ള രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. നല്ല സ്പേസ് ഇന്റീരിയറിൽ കിട്ടുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ടും അതേപോലെ തന്നെ സീറ്റ് വേണമെങ്കിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റിക്ലൈൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ല ഒരു ബെനിഫിറ്റ് ആണ്. ഇനിയിപ്പോ സൈഡ് ഡോറിന്റെ രീതിയിലേക്ക് വരുന്ന ടൈമിന് നമ്മളെ ഡാഷ്ബോർഡിൽ കണ്ട അതേപോലെ തന്നെ ഒരു ഡുവൽ ടോൺ കളർ കോമ്പിനേഷൻ ഇവിടെ വരുന്നുണ്ട്. ഡാഷ്ബോർഡിലും നമുക്ക് ഒരു ലെതർ ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ലെതർ തന്നെ വരുന്നുണ്ട്.
പിന്നെ നമുക്ക് ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ്, ബ്ലാക്ക് ഡിസൈൻ ഇവിടെ ഉണ്ട്. പിന്നെ ഡോർ ഓപ്പണിങ്ങിന്റെ ഭാഗം ക്രോം എലിമെന്റ്സിലാണ് നൽകിയിട്ടുള്ളത്. ഹർമൻ ഗാർഡന്റെ സ്പീക്കർ ആണ്, അതിന്റെ ആ ഒരു ഭാഗം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും, അത്രയും ഭാഗമാണ് ഡോറിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റും അതിൽ തന്നെ 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റിയർ AC വെന്റ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഫോൺ പ്ലേസ് ചെയ്യാനുള്ള ഭാഗമുണ്ട്. ഇവിടെ നമുക്ക് C ടൈപ്പിലുള്ള ഒരു ചാർജിങ് 65 വാട്ടിന്റെ ഒരു ചാർജിങ് വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് തന്നെ നൽകിയിട്ടുണ്ട്. അത്രയും കാര്യം നമുക്ക് മെയിൻ ആയിട്ട് പറയാം. പിന്നെ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഡ്രൈവർ ഭാഗം മാത്രമാണ് സ്ലൈഡിങ് ഓപ്ഷൻ വരുന്നത്. ഇനിയിപ്പോ മറ്റൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സെൻട്രൽ ടണൽ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നില്ല, ഫ്ലാറ്റ് ആണ്. നമുക്ക് നടുവിലിരിക്കുന്ന ആൾക്ക് പോലും എളുപ്പത്തിൽ ഇതേപോലെ ഇരിക്കാം, ഒരു പ്രശ്നമില്ല, നല്ല കംഫർട്ടാണ് കിട്ടുന്നത്. പിന്നെ 3 സീറ്റിന് നമുക്ക് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ സൈഡ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ട്, ഇവിടെ മാപ്പ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പം മറ്റൊരു കാര്യമാണ് ഇതിന്റെ സൺറൂഫ്, വളരെ വലിയ രീതിയിലാണ് സൺറൂഫ് വരുന്നത്. വാഹനത്തിന്റെ ഇന്റീരിയറിൽ വരുന്ന ടൈമിന് നമുക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ. നമുക്ക് ഒരു വിരൽ കൊണ്ട് ഇത് ഇങ്ങനെ കറക്കിയെടുക്കാം, അത്രയും സ്മൂത്ത് ആണ്. നമുക്ക് ഇത്രയും വലിയൊരു വാഹനമാണ് ഓടിച്ച് കൊണ്ടുപോകുന്നതെന്ന് കൂടെ മനസ്സിലാവില്ല, അത്രയും സ്മൂത്ത് ആണ്. വാഹനം ഡ്രൈവ് ചെയ്യുന്ന ടൈമിന് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ ടയർ ഡയറക്ഷനും കാണിക്കും, അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോ ഇത് സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 3 സ്പോക്ക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത്. റൈറ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോളിന്റെ കാര്യങ്ങളും, പിന്നെ നമ്മൾ ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റം, അതായത് ക്ലസ്റ്റർ സ്ക്രീന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്കൊരു അലൂമിനിയം ഫിനിഷ് രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫോണിന്റെ കൺട്രോൾ കാര്യങ്ങളും വോയിസ് കമാൻഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, കോൾ ബട്ടണിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്കൊരു ലെതർ ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഹോള് കാര്യങ്ങൾ, ഇവിടെ പേജിന്റെ ഒരു ബട്ടൺ ഉണ്ട്. പേജിന്റെ ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഡ്രൈവർ അസിസ്റ്റ് കാണാം, പിന്നെ ഡിസ്പ്ലേ ലേഔട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 3 രീതിയിൽ നോർമൽ, ഇൻഫർമേഷൻ, മിനിമൽ എന്ന് പറഞ്ഞ 3 മോഡിലാണ് ഡിസ്പ്ലേ ഉള്ളത്. ഇത് ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്ക്രീൻ കംപ്ലീറ്റ് മാറി ഒരു സ്പോർട്ടി ലുക്കുള്ള ഫിനിഷിലേക്ക് ഒരു സ്ക്രീൻ മാറിക്കഴിഞ്ഞു. ഇനിയുള്ള മറ്റുള്ള കാര്യം എന്ന് പറയുന്നത് ഡ്രൈവർ അസിസ്റ്റ് കണ്ടു, ഡിസ്പ്ലേ ലേഔട്ട് ആണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഡ്രൈവർ അസിസ്റ്റൻസ് ഉണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ ഫീച്ചേഴ്സ് ഉണ്ടാവും. അതായത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് ഉണ്ട്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, സ്മാർട്ട് പൈലറ്റ്, പിന്നെ നമുക്ക് ഹൈ ബീം അസിസ്റ്റ് ഉണ്ട്, ട്രാഫിക് സൈൻ റെക്കഗ്നൈസേഷൻ, അത്രയും കാര്യങ്ങൾ അവിടെ മെയിൻ ആയിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോ മറ്റുള്ള കാര്യം വെച്ചാൽ ഓട്ടോ, അതായത് നമ്മൾ ഏവറേജ് ഫ്യൂൽ എഫിഷ്യൻസിന്റെ ഓട്ടോ റീസെറ്റ് ആണ്, പാസഞ്ചർ എയർ ബാഗ്, അത് കോ ഡ്രൈവർ എയർ ബാഗ് വേണേൽ നമുക്ക് ഓഫ് ചെയ്യാം, ആ കാര്യങ്ങളുണ്ട്. പിന്നെ ബ്ലൈൻഡ് വ്യൂ മോണിറ്ററിങ്, അതായത് നമ്മൾ ക്യാമറേന്റെ ഒരു സെറ്റിംഗ്സ് ആണ്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടയർ ഫിൽ അസിസ്റ്റ്, സൗണ്ട്, പിന്നെ ക്ലോക്ക്, ഫാക്ടറി റീസെറ്റ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇനിയിപ്പോ നമ്മൾ തൊട്ട് അടുത്ത സെക്ഷനിലേക്ക് പോന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനിയിപ്പോ ഇതിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൈൻഡ് വ്യൂ മോണിറ്ററിംഗ് വെച്ചാൽ നമ്മൾ ടേൺ ഇൻഡിക്കേറ്റർ ഇടുന്ന ടൈമിൽ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാം. ഇനിയിപ്പോ റൈറ്റ് സൈഡിൽ ഇടുമ്പോൾ ബ്ലൈൻഡ്, അതായത് നമ്മൾ കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളിലുള്ള കാര്യങ്ങൾ ക്യാമറയിൽ കൂടെ നമ്മൾ ഈ ഒരു സ്ക്രീനിലേക്ക് കാണും. ഡാഷ്ബോർഡിൽ നമുക്ക് ഡുവൽ HD സ്ക്രീനാണ് നൽകിയിട്ടുള്ളത്. ഇത് 10.25 ഒരു ടച്ച് സ്ക്രീനും ഇത് 10.25 ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ക്രീനുമാണ് വരുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ സിപ്പ് സൂം എന്ന് പറയുന്ന 2 ഡ്രൈവ് മോഡും സ്നോ മഡ് സാൻഡ് എന്ന് പറയുന്ന ടെറൈൻ മോഡ്സും ആണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമുക്ക് മാനുവലി ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം ആണ്. നമ്മൾ ക്യാമറന്റെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 360 വ്യൂവിൽ വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളും കാണിക്കും. ഇപ്പൊ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഇവിടെ ഫ്രണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഫ്രണ്ട് വ്യൂ, റിയർ സൈഡിൽ വരുമ്പോൾ റിയർ വ്യൂ. ഇനിയിപ്പോ സൈഡ് ആണെങ്കിൽ നമ്മൾ ഈ ടയറിന്റെ ഭാഗത്തൊക്കെ പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ടയർ തന്നെ അവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരു എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് അതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ സെറ്റിംഗ്സ്, റേഡിയോ, ഫോണ് കാര്യങ്ങൾ, ഹോം ബട്ടണും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇനിയിപ്പോ ഇത് AC വെന്റിന്റെ കാര്യങ്ങളാണ്, ഇതിന്റെ നോബും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഒരു കാർബൺ ഫൈബറിന്റെ ഡിസൈൻ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ACന്റെ ഓട്ടോ ACന്റെ കാര്യങ്ങളൊക്കെയാണ്. ഇത് ബ്ലോവറിന്റെ സ്പീഡും കാര്യങ്ങളാണ്. ഇത് നമ്മളെ ACന്റെ മാക്സിമം AC കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മളെ എയർ വെന്റിലേഷൻ 2 സീറ്റിന്, അതായത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും എയർ വെന്റിലേറ്റർ സീറ്റ് ആണ്. ഇത് ലെഫ്റ്റ് സൈഡിലെ എയർ വെന്റിലേറ്ററിന്റെ ബട്ടൺ, ഇത് റൈറ്റ് സൈഡിലാണ് ഡ്രൈവ് മോഡിന്റെ ബട്ടൺ, ഹസാർഡ് ലാമ്പ്, പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഓൺ ഓഫ് ആണ്, അതിന്റെ കാര്യങ്ങളാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് വയർലെസ് ചാർജിങ്ങിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്.
അതിന്റെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളാണ്. അതിന്റെ താഴത്തായിട്ട് നമുക്ക് ഒരു 65 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും USB കണക്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിപ്പോ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ പുറകിലായിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ബട്ടൺ പ്രസ് ചെയ്തിട്ട് റിവേഴ്സിൽ ഇടുന്ന ടൈമിന് ഇവിടെ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നേരെ ന്യൂട്രല് ഡ്രൈവിലിട്ട് കഴിഞ്ഞിട്ട് ബ്രേക്കിന് കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി പോകത്തില്ല. കാരണം ഇവിടെ നമുക്ക് ഓട്ടോ ബ്രേക്കിംഗ് ആണ് വരുന്നത്. അതായത് നമുക്ക് സ്വിച്ചിലാണ് വരുന്നത്. ഇത് നമ്മൾ താഴത്തേക്ക് റിലീസ് ചെയ്ത ടൈമിന് മാത്രമാണ് ബ്രേക്ക് റിലീസ് ആവുന്നുള്ളൂ. പിന്നെ നമുക്ക് ഓട്ടോ ഹോൾഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അണ്ടർ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാനും സാധിക്കും. റൈസറിലെ ഡ്രൈവറെ ഡോറിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു യുണീക് ഡിസൈൻ എന്ന് പറയുന്നത് ഹർമൻ ഗാർഡിന്റെ ഈ ഒരു മ്യൂസിക് സിസ്റ്റത്തിൽ ചെറിയൊരു രീതിയിലാണ് ഈ ഒരു ട്വിറ്റർ നൽകിയിട്ടുള്ളത്. ഫുൾ ഓപ്ഷനിലാണ് നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാർ അവൈലബിൾ ഉള്ളത്. ഇതിന്റെ താഴെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഹാൻഡിൽ ബാർ ഉണ്ടാവില്ല. മറ്റൊരു രീതിയിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇവിടെ നമുക്കൊരു ലെതർ ഫിനിഷും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓട്ടോ ഫോൾഡിംഗ് മിററിന്റെ സ്വിച്ചും കാര്യങ്ങളാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഓവർവിന്റെ കാര്യങ്ങളും മറ്റുള്ള സ്വിച്ചസിന്റെ ലോക്ക് അൺലോക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്കൊരു പോക്കറ്റ് എന്ന് വെച്ചാൽ കപ്പ് ഹോൾഡർ ആയിട്ടുള്ള രീതിയിലല്ല, ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ ഹർമൻ ഗാർഡിന്റെ മ്യൂസിക് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ ഒക്കെയാണ് വരുന്നത്. ഇനിയിപ്പോ ഈ ഒരു റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഫ്യൂൽ ഓപ്പണിങ്ങിന്റെ ബട്ടൺ. ഇത് ട്രാക്ഷൻ ഓൺ ഓഫ് ആണ്. ഇത് നമ്മളെ ലൈറ്റിന്റെ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, ഹിൽ ഡിസെന്റ് കൺട്രോൾ ആണ്. പിന്നെ മൈക്രോ ഹൈബ്രിഡിന്റെ സ്റ്റോപ്പ്, അതായത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ഓൺ ചെയ്യാം അതിന്റെ കാര്യങ്ങളും. ഇവിടെ നമുക്ക് ഫ്രണ്ട് ഹെഡ് ലാമ്പിന്റെ കാര്യങ്ങൾ അഡ്ജസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഒരു ഹാൻഡിൽ ബാർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഡാഷ്ബോർഡിലേക്ക് വരുന്ന ടൈമിന് ഒരു ലെതററ്റ് മെറ്റീരിയലാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് വാഹനം വെയിലത്തേക്ക് നിർത്തിയിട്ട് കഴിഞ്ഞാൽ ചൂടാവുന്നത് ഒരു പരിധി വരെ കുറക്കാൻ സാധിക്കും. ആ രീതിയിലാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ ബാർ വരുന്നുണ്ട്. ഇവിടെ വിശാലമായ ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. ഇതിന്റെ താഴത്തെ വേരിയൻസിലൊക്കെ നമുക്ക് ഗ്ലൗ ബോക്സ് വളരെ ചെറുതാണ്. സ്പീക്കർ സിസ്റ്റം ഡാഷ്ബോർഡിലാണ് വരുന്നത്. പക്ഷെ ഇതിന്റെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഡോറിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. സൺറൂഫിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്ന ടൈമിന് സൺറൂഫിന്റെ ബട്ടൺ ഇവിടെയാണ് വരുന്നത്. നമ്മൾ സൺറൂഫ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വൺ ടൈമിൽ വേണമെങ്കിൽ ഓപ്പൺ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്തിട്ടും ഓപ്പൺ ചെയ്യാം. ഇതിപ്പോ വൺ ടൈമിൽ ഫുള്ള് പ്രസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ ക്ലോസ് ചെയ്യുന്ന ടൈമിനും ഇതേപോലെ ക്ലോസ് ചെയ്തോളും. ഇതിപ്പോ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതിപ്പോ വാഹനം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, സൺറൂഫ് ക്ലോസ് ചെയ്തു. ഇനിയിപ്പോ ഇതിന്റെ അണ്ടറിലൊരു നമ്മളൊരു എന്താ പറയാ ഒരു ക്ലോത്തിന്റെ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. അതിന്റെ ബട്ടൺ ഇവിടെയാണ് വരുന്നത്. അത് നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഇങ്ങനെ മുന്നോട്ട് വന്നോളും. ഇനിയിപ്പോ അത് വേണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബട്ടണിൽ തന്നെ നമുക്ക് വേണ്ട പൊസിഷനിൽ പ്രസ് ചെയ്ത് നിർത്താൻ കഴിയും. ഇതുപോലെ ക്ലോസ് ചെയ്ത് വന്നോളും. അതും നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. നമ്മളിപ്പോ വാഹനം ഒരു കയറ്റത്താണ് വാഹനം ഉള്ളത്. ഹിൽ ഹോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി പുറകോട്ടും കാര്യങ്ങളൊന്നും പോകില്ല. ആ ഒരു കാര്യം പറയാനല്ല സത്യത്തിൽ ഇവിടെ നിർത്തിയത്. ഇതിന്റെ മെയിൻ യൂസേജ് നമ്മളിപ്പോ ഫ്രണ്ടിൽ ഒന്നും കാണുന്നില്ല, നമ്മൾ ഇങ്ങനെ കയറ്റത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇതിന്റെ യൂസേജ് 360 ഡിഗ്രി ക്യാമറ വരുന്ന വാഹനത്തിൽ നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പം ഡ്രൈവ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് 360 ഡിഗ്രി ക്യാമറ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കാണിച്ചത്. ഇനിയിപ്പോൾ വൈഡ് ആംഗിൾ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ വൈഡ് ആംഗിളിലും കൊടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ വൈഡ് ആംഗിൾ നമ്മൾ കുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇനിയിപ്പോൾ ടയറിന്റെ ഭാഗത്ത് ഇവിടെ ടയറിന്റെ ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടയർ നിൽക്കുന്ന പൊസിഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടോ, ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ഒരു എളുപ്പത്തിൽ വണ്ടി ഇപ്പോ ലേഡീസോ അങ്ങനെ ആർക്ക് ഓടിക്കുന്ന ടൈമിന് നമുക്ക് ഒരു എഫേർട്ട്ലെസ് ആയിട്ട് വാഹനം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഇവിടെ നമുക്ക് കൊടുക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ ജസ്റ്റ് വണ്ടി എടുക്കുകയാണ്. എടുത്തു വരുമ്പോഴാണ് നമുക്ക് ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോ ഈ ഒരു രീതിയിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലായി. ഇനിയിപ്പോ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന കാര്യം, ഇതിപ്പോ ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. വളരെ സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. വാഹനം ഓടിക്കുന്ന ടൈമിൽ മെയിനായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ വിസിബിലിറ്റി ആണ്. നമുക്ക് ഫ്രണ്ട് വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ വലിയൊരു സീറ്റിൽ
ഇരുന്ന് മറ്റു താഴെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സീറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. പിന്നെ എയർ വെന്റിലേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓടിച്ചു പോകുമ്പോൾ നല്ലൊരു എന്താ പറയാ അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഓട്ടോ സെൻസിങ് വൈപ്പറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ കുറച്ച് പൊങ്ങിയിട്ടായതുകൊണ്ട് നമുക്ക് അവിടെ നിന്നുള്ള വെളിച്ചത്തിന്റെ റിഫ്ലക്ഷൻ സ്ക്രീനിലേക്ക് അടിച്ച് കയറുന്നില്ല. അതൊക്കെ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നി. എഞ്ചിനെ കുറിച്ച് നോക്കുമ്പോൾ AX7 ലക്ഷറി എന്ന് പറയുന്ന വേരിയന്റ് നമുക്ക് 2 വീൽ ഡ്രൈവിലും അതേപോലെ തന്നെ 4 വീൽ ഡ്രൈവിലും അവൈലബിൾ ആണ്. 2 വീൽ ഡ്രൈവിൽ വരുമ്പോൾ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്കും ഡീസൽ മാനുവലാണ് ലഭിക്കുക. പിന്നെ ഇപ്പോൾ 4 വീൽ ഡ്രൈവിൻ്റെ കേസിലാണെങ്കിൽ ഡീസൽ മാനുവലും ഡീസൽ ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. 2000 cc ടെർബോ പെട്രോൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എംസ്റ്റാൾ എഞ്ചിനാണ് പെട്രോളിൻ്റെ കേസിൽ വരുന്നത്. ഇനിയിപ്പോൾ ഡീസലിൻ്റെ കേസിൽ വരുമ്പോൾ 2200 cc ഡീസൽ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എംഹോക്ക് എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ രണ്ടിൽ നമുക്ക് 6 സ്പീഡ് മാനുവലും ഓട്ടോമാറ്റിക്കും വേരിയൻ്റ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ കേസിൽ വരുമ്പോൾ 175 ഹോഴ്സ് പവർ 5000 RPMലും 350 Nm ടോർക്ക് 1750 മുതൽ 3000 RPMലാണ് ലഭിക്കുക. ഡീസൽ മാനുവലിൻ്റെ കേസിൽ വരുമ്പോൾ 150 ഹോഴ്സ് പവർ 3750 RPMലും 330 Nm ടോർക്ക് 1500 മുതൽ 3000 RPMലാണ് അതും ലഭിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ കേസിലാണെങ്കിൽ 172 ഹോഴ്സ് പവർ 3500 RPMലും 370 Nm ടോർക്ക് 1500 മുതൽ 3000 RPMലാണ് അതും നമുക്ക് ലഭിക്കുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്